മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയിൽ നിന്ന് ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. പഴുതടച്ച നിരീക്ഷണമാണ് സെല്ലിൽ റാണയ്ക്ക് അന്വേഷണ സംഘം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 166 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ ഇപ്പോൾ NIAയുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിലാണ്. ദിവസവും 10 മണിക്കൂറോളമാണ് റാണയെ ചോദ്യം ചെയ്യുന്നത്. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാനാണ് NIA ശ്രമം. മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥയായ ജയ റോയുടെ നേതൃത്വത്തിലുള്ള NIA ഉദ്യോഗസ്ഥരാണ് റാണയെ ചോദ്യം ചെയ്യുന്നത്. നിലവിൽ റാണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പഴുതടച്ച നിരീക്ഷണമാണ് സെല്ലിൽ റാണയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പേനയും കുറച്ച് പേപ്പറും റാണ ആവശ്യപ്പെട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. പ്രത്യേക ഭക്ഷണമൊന്നും റാണ ആവശ്യപ്പെട്ടിട്ടില്ല. പ്രോട്ടോകോൾ പ്രകാരമുള്ള ഭക്ഷണമാണ് നിലവിൽ റാണയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ഓരോ 48 മണിക്കൂർ കൂടുമ്പോഴും റാണയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കൂടാതെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താനും റാണയെ അനുവദിക്കുന്നുണ്ട്. US തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്ന തഹാവൂർ റാണയെ US ഇന്ത്യക്ക് കൈമാറിയതോടെയാണ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചത്. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരത്വമുള്ള റാണയെ വ്യാഴാഴ്ച വൈകുന്നേരം പ്രത്യേക വിമാനത്തിലാണ് ഇന്ത്യയിലെത്തിച്ചത്. തുടർന്ന് പാട്യാല ഹൌസിലെ പ്രത്യേക NIA കോടതി 18 ദിവസം NIA കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.